ഈ ബദ്രീനാഥും കേദാർനാഥും പോലെ തന്നെ നേപ്പാൾ ഹിമാലയത്തിലെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് മുക്തിനാഥ്. താഴ്ചയുള്ള മലയിടുക്കാണത്. ലോകത്തിലെ തന്നെ ഏറ്റവും താഴ്ചയുള്ള മലയിടുക്ക്. ഇപ്പോൾ കാണാൻ കണ്ട പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഓടിപ്പോവും. അവർക്ക് നിൽക്കാൻ പറ്റിയല്ല. ആദ്യം ഇറങ്ങുമ്പോൾ ഒരു ആവേശമുണ്ട്, പിന്നെ നിൽക്കാൻ പറ്റിയല്ല. അതുപോലത്തെ തണുപ്പാണ്. ഇരിക്കാനൊക്കെ മനസ്സിനൊക്കെ വളരെ ഒരു സമാധാനം കിട്ടും കേട്ടോ. കണ്ടില്ലേ ഈ കൊടുമുടിയുടെ മുകളിൽ നേരെ മസ്തർണയും അങ്ങനെ കൊടുമുടികളിങ്ങനെ കാണാം. ഐസ് മൂടി കിടക്കുന്ന കൊടുമുടികൾ. ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ, നമ്മളിന്ന് നേപ്പാളിലെ 7ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ പോകുന്നത് മുക്തിനാഥ് ക്ഷേത്രത്തിലേക്കാണ്. ഇന്നലെ പൊക്രായിൽ നമ്മൾ പുറപ്പെട്ടാണ്. ഇന്നലെ പൊക്രായിൽ നിന്ന് പുറപ്പെട്ട് നമ്മളിന്നലെ വൈകുന്നേരം ഇവിടെ ജോംസം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഈ കാണുന്ന ഹോട്ടലിലാണ് താമസിച്ചത്. ഹോട്ടൽ സൺറൈസ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് നേരെ ഹിമാലയ വ്യൂ ആണ്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇനി ഒരു 20 കിലോമീറ്ററൂടെ നമ്മുടെ വണ്ടിക്ക് പോയിട്ട് അവിടുന്ന് നമ്മൾ 2 കിലോമീറ്റർ നടക്കണം അമ്പലത്തിലേക്ക്, മുക്തിനാഥ് ക്ഷേത്രത്തിലേക്ക്. അപ്പം മുക്തിനാഥ് ക്ഷേത്രത്തിലെ കാഴ്ചകൾ, പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. എന്താ ഒരു വണ്ടി ഇറക്കാൻ വേണ്ടിയേ വണ്ടി പാർക്ക് ചെയ്തൊക്കെ സിസ്റ്റം കണ്ടു. അതുകൊണ്ടാണ് വണ്ടി ഇറക്കാനുള്ള സ്റ്റാൻഡ് വെച്ചു. നേരത്തെ ചെറിയ സ്റ്റാൻഡുണ്ട്. ഐഡിയ കൊള്ളാം. കാരണം ഹൈറ്റുള്ള സ്ഥലം, എലിവേഷൻ എലിവേഷൻ നഷ്ടപ്പെടാതെ സെറ്റിയിരിക്കുക. നമ്മുടെ കാലത്തൊക്കെ ജങ്കാറ കയറ്റുന്ന പോലെയാണ്. നമ്മൾ മുക്തിനാഥ് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഈ ബദ്രീനാഥും കേദാർനാഥും പോലെ തന്നെ നേപ്പാൾ ഹിമാലയത്തിലെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് മുക്തിനാഥ്. ഈ മോക്ഷപ്രാപ്തിക്കായിട്ട് 108 പുണ്യ തീർത്ഥങ്ങളിൽ കുളിക്കുന്ന ഭക്തരെ നമുക്കവിടെ കാണാം. മൗണ്ട് അന്നപൂർണയുടെയും ധവളഗിരി കൊടുമുടിയുടെയും താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ക്ഷേത്രമാണ് മുക്തിനാഥ്. നമുക്ക് ജോംസണിൽ നിന്ന് മുക്തിനാഥിലേക്ക് പോകുമ്പോൾ ഈ വഴിയുടെ ഇടതുവശത്ത് നമുക്ക് ഗാളി ഗണ്ഡകി നദി കാണാം. അതിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞിട്ട് വറ്റി വരണ്ട് കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ യാത്രയ്ക്ക് സാക്ഷിയായിട്ട് ഗാളി ഗണ്ഡകി നദിയും ഒരു സൈഡിൽ മൗണ്ട് എവറസ്റ്റ് നിലകൊള്ളുന്നുണ്ട്. നല്ല ടാർ റോഡാണ്. നമ്മൾ താഴെ നിന്ന് വന്ന പോലല്ല. ഇവിടുന്ന് അങ്ങോട്ടുള്ള വഴികൾ മലയിടുക്കുകളൊക്കെ ആണെങ്കിലും നല്ല റോഡുകളാണ്. ഇവിടുന്ന് ചൈനയ്ക്കൊക്കെ ഒരു റോഡുണ്ട്. ചൈന ബോർഡറിലേക്ക് ഇവിടുന്ന് ഏകദേശം 5 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് ചെല്ലാൻ പറ്റും. പുതുതായിട്ട് റോഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇവിടെ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുന്നത്, ഏറ്റവും താഴ്ചയുള്ള മലയിടുക്കാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും താഴ്ചയുള്ള മലയിടുക്ക്. രാവിലെ നല്ല തണുപ്പുണ്ട്. ചെറിയ സൂര്യൻ്റെ കിരണങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്ന ഈ കൊടുമുടികളുടെ മനോഹരമായ ദൃശ്യം നമുക്ക് കാണാം. നമ്മുടെ വിഷ്ണു ഇങ്ങനെ തേര് തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഇങ്ങനെ ലാൻഡ് സ്ലൈഡിങ് നടന്നിട്ട് ഇതൊക്കെ ഒഴുകിപ്പോയ സ്ഥലങ്ങളാണ്. വലിയ ലാൻഡ് സ്ലൈഡിങ്ങും ഇവിടെ എല്ലാം ഒരുപാട് വീടുകളൊക്കെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പം മിക്കപ്പോഴും ഇവിടെ ഈ വലിയ ലാൻഡ് സ്ലൈഡിങ് ഒക്കെ നടക്കാറുണ്ട്. ഒരുപാട് പർവ്വതാരോഹകരും ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോംസൺ എയർപോർട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ദുഷ്കരമായ ലാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവരൊരു മണ്ടിക്കൊക്കെ ആയിട്ടാണ് വരുന്നത്. കാണാം വഴിയെല്ലാം ഒഴിച്ചു പോയിരിക്കുകയായിരുന്നു. ഇതെല്ലാം ഒരു നല്ല ടാർ ചെയ്ത വഴികളായിരുന്നു. ഇതെല്ലാം ഇപ്പോൾ ഈ ലാൻഡ് സ്ലൈഡിൽ പെട്ട് ഒഴുക്കി പോയിരിക്കുകയാണ്. പക്ഷേ ഈ മലയുടെയൊക്കെ ഒരു വശ്യ ചാരുത നമ്മുടെ ശരിക്കും മനം കവരും കേട്ടോ. നമ്മളിപ്പോൾ നേപ്പാളിൽ വന്നിട്ട് ശരിക്കും ഈ സ്ഥലങ്ങളൊക്കെ കാണാതെ പോയിരുന്നെങ്കിൽ നമുക്ക് വളരെ നഷ്ടമായേനെ. കാരണം ഒത്തിരി റിസ്ക് എടുത്താണ് നമ്മൾ ഈ ജോംസൺ അതുപോലെ തന്നെ മുക്തിനാഥ് യാത്ര നമ്മൾ സെലക്ട് ചെയ്തത്. കാരണം ആദ്യമേ നമ്മൾ ഫ്ലൈറ്റിന് നോക്കി, 2 ദിവസം ഫ്ലൈറ്റ് ഇല്ലായിരുന്നു മോശം കാലാവസ്ഥ കാരണം. ഈ മലയിടുക്കുകളുടെ ഇടയ്ക്കാണ് ഈ നമ്മുടെ
എയർപോർട്ട് വരുന്നത്. അപ്പോൾ അതിന് ഇടയ്ക്ക് കൊണ്ടുവന്ന് ഇറക്കുക, ലാൻഡിങ് വളരെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ പൈലറ്റുമാരാണ് ഇവിടെ വിമാനം പറപ്പിക്കുന്നത്. കാരണം വളരെ ശ്രമകരമായിട്ട് വേണം ഈ കൊടുമുടികളുടെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യാൻ. വളരെ അപകടങ്ങളൊക്കെ നമ്മൾ നാളെ പറഞ്ഞു. വെള്ളി നക്ഷത്രത്തിലെ കുട്ടിയൊക്കെ നമ്മളിവിടെ ഷൂട്ടിങ് പോകുന്ന സമയത്താണ് വിമാനം തകർന്ന് മരിച്ചത്. ഇത് കാണാം. ഇപ്പം ഒക്ടോബർ മാസമൊക്കെ ആയതുകൊണ്ട് നല്ല ഗോൾഡൻ കളറിൽ മരങ്ങളുടെ ഇലകളൊക്കെ നല്ല രസമാണ് കാഴ്ച. ഇനി ഒരു ഡിസംബറൊക്കെ ആകുമ്പോൾ ഇതെല്ലാം ഇല പൊഴിക്കും, ശൈത്യകാലമാവും. അപ്പോൾ ആ സമയത്ത് ഭംഗി ഉണ്ടാകത്തില്ല. ഈ സമയം എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ ഇലകളും പൂക്കളും ഒക്കെ ഉള്ള ഒരു സമയമാണ്. ഒരുപാട് ആപ്പിൾ തോട്ടങ്ങൾ കാണാം. ഇതിനിടയ്ക്കൂടെയും മലയ്ക്കകത്തൂടെയും ഇതുണ്ട്. ചെമ്മരിയാടിനെ മേയ്ക്കുന്ന ആട്ടിടയന്മാർ. ചെറിയ പച്ചപ്പുള്ളൂ കേട്ടോ അവിടെ ഇവിടെയൊക്കെ. പക്ഷേ എങ്കിലും ഇവർ 100-150 ആടുകളുമായിട്ടാണ് ഈ മലയുടെ ഇവിടെ നടക്കുന്നത്. പിന്നെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഉപജീവനമാർ കണ്ടില്ല, നല്ല കോട മഞ്ഞ്, നല്ല മലകളുടെ മുകളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ശരിക്കും മലകളിപ്പോൾ താഴെയാണ്. ഭയങ്കര മനോഹരമായ കാഴ്ചയാണ്. ഒരിക്കലെങ്കിലും നമ്മൾ ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്ര നാളൊക്കെ ആയുസ് ജീവിച്ച് തീർക്കുമ്പോൾ നമ്മളിങ്ങനെ യാത്രകൾ പോവുക, നമ്മൾ ഇച്ചിരിയൊക്കെ റിസ്ക് എടുക്കുക. നല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പച്ചപ്പുകൾ, നല്ല പൂക്കൾ, ഇലകൾ, ആപ്പിൾ തോട്ടങ്ങൾ എല്ലാമായിട്ട് നല്ല നല്ല കാഴ്ചകളാണ്. റോഡ് വലിയ കുഴപ്പമില്ല, പക്ഷേ നല്ല കാഴ്ചകൾ വേണം. അതൊക്കെ ചെറിയ കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കുറച്ച് കുട്ടികളെ കാണാം. അവരിങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് തണുപ്പിനെ അതിജീവിച്ച് ഇങ്ങനെ ഇരിക്കുക. നമുക്ക് ടാറ്റൊക്കെ തന്നു. ചെറിയ ചെറിയ വീടുകളുണ്ട് ഇവിടെയൊക്കെ. ആട്ടിടയന്മാരും ഇവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാരും ഒക്കെ താമസിക്കുന്നത്. എല്ലാം ആപ്പിൾ ഫാമുകളാണ്. അവിടുത്തെ ജോലിക്കാരൊക്കെ താമസിക്കുന്ന വീടുകളൊക്കെയാണ്. നല്ല തണുപ്പാണ്. ഇപ്പം ഡിസംബർ ജനുവരിയിലൊക്കെ ഇങ്ങോട്ട് വരുമ്പം വരുന്നവർ ശ്രദ്ധിക്കുക. സെറ്ററുകൾ, നല്ല 0 ഡിഗ്രിയുടെ സെറ്ററുകൾ കൈ കരുതുക. നല്ല തെർമലുകളൊക്കെ ഉപയോഗിക്കുക. കാരണം ശരിക്കും ഈ ഉയരം കൂടെ കൂടുതലായതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ശ്വാസവും നമുക്കൊരു ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നുണ്ട്. തണുപ്പ് കൂടുമ്പോഴേ വണ്ടിയുടെ പുറത്തിറങ്ങുമ്പോഴായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ടറിയുന്നത്. നല്ല മനോഹരമായ സ്ഥലം. ഷേപ്പിലൊരു ഇത് ചെറിയ റെസ്റ്റോറൻറ്റാന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ചെറിയ റെസ്റ്റോറൻറ്റുകളും റിസോർട്ടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം എത്തി. നമ്മളിവിടെ മുക്തിനാഥിലേക്കുള്ള ട്രെക്കിങ് തുടങ്ങുന്ന പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ധാരാളം വിദേശികളൊക്കെ വന്നിട്ടുണ്ട്. ഹായ്. അപ്പം ഇവിടെ വണ്ടി ഇനി പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് വേണം നമുക്ക് പോകാൻ വേണ്ടി. ഇവിടെ കാണാം നമുക്ക് ഒരുപാട് ബസ്സുകൾ. ഇതിപ്പം പൊക്കറായി നിന്നൊക്കെ വരുന്ന ബസ്സുകളാണ്. പൊക്കറായിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് മുക്തിനാഥിലേക്ക് ബസ് സർവീസുകളുണ്ട്. പക്ഷേ ഇത് ഇച്ചിരി റിസ്ക്കാണ്. നമ്മൾ ഈ വണ്ടിയിലൊക്കെ ഇരുന്ന് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. വണ്ടി നേരെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ട്രെക്കിങ്ങിലേക്ക് കടക്കാം. അപ്പം നമ്മളിവിടുന്ന് ട്രെക്കിങ് ആരംഭിക്കാനി. മുക്തിനാഥ ക്ഷേത്രത്തിലേക്കുള്ള ട്രെക്കിങ്. വാഹനങ്ങളൊക്കെ ഇവിടം വരെ ഉള്ളൂ. എല്ലാം ഇവിടെ പാർക്ക് ചെയ്തൊക്കെ കാണാം. ഇവിടെ നമുക്ക് ഏകദേശം 2-2.5 കിലോമീറ്ററാണ് നടക്കാനുള്ളത്, മല കയറാനുള്ളത്. അപ്പോൾ ഇവിടെ ഈ കുതിര സവാരിയുണ്ട്. പിന്നെ നമ്മുടെ ശബരിമലയിലുള്ള പോലെ ഡോളി സർവീസുണ്ട്. പിന്നെ മൗണ്ടൻ സൈക്കിൾ നമുക്ക് റെൻറ്റിന് കിട്ടും. അങ്ങനെ വേണം നമുക്ക് പോകാം. നമ്മളിപ്പം നടന്നാണ് പോകുന്നത്. അതല്ല, ഇച്ചിരി ദുർഘടമായ പാതയാണ്. കാല് തെറ്റിയ താഴേക്ക് നമ്മൾ പോകും. ഇപ്പം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമ്പം വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ എടുത്ത് പോകാൻ വേണ്ടി. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. നല്ല വഴിയും സ്റ്റെപ്പുകളും ഒക്കെ തുടങ്ങുന്നു. കണ്ടില്ല, നല്ല മഞ്ഞ് മൂടി കിടക്കുകയാണ്. ധാരാളം ഈ ചെറിയ കുതിരകളാണ്. പോണികളെ കെട്ടിയേക്കുന്നതാണ്. അതെല്ലാം സവാരിക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നതാണ്. നമുക്ക് മുകളിലേക്ക് നടക്കാൻ വയ്യാത്ത ആൾക്കാരെ ഇതിൽ കയറ്റിയിട്ട് നമുക്ക് കൊണ്ടുപോകുന്നതാണ്. നല്ല രസമായി മലയുടെ മുകളിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന കാണാൻ വേണ്ടി. പക്ഷേ വലിയ ആഹാരവും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒരു പച്ചപ്പ് പുല്ല് പോലും കുറവാണ്. ഇതിന്ന് തീറ്റയൊന്നും കൊടുക്കുന്നൊന്നും കാണുന്നില്ല. എല്ലാവരും ഇങ്ങനെ ഉറക്കം തൂങ്ങി ഒക്കെ നിൽക്കുക. അതിൻ്റെ സൈഡിൽ കൂടെ പതുക്കെ അങ്ങ് പോകുന്നു ചെയ്യല്ലേ. ധാരാളം ആൾക്കാരൊക്കെ ഇരിക്കുന്നു. അത് കണ്ടില്ലേ, ഈ കല്ല് നമ്മുടെ ഈ സ്ലേറ്റ് കല്ലെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ക്ലാഡിങ് സ്റ്റോണൊക്കെ ആയിട്ട് വരുന്ന സാധനമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇത് കീറിയാണ് ക്ലാഡിങ് സ്റ്റോൺ ആക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. അതിൻ്റെ കാരണം വെച്ചാൽ ഈ തണുപ്പ് സ്ഥലങ്ങളായതുകൊണ്ട് തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി മുഴുവൻ കരിങ്കല്ലിൻ്റെ ഇതുകൊണ്ടൊക്കെയാണ്. ഇതല്ലേ ഇവിടെ പെണ്ണുങ്ങളൊക്കെ ഈ ലോഡ് ഈ സിമെൻറ്റ് മണലൊക്കെ ഈ കൊട്ടയ്ക്കകത്താക്കി തലയിലാണ് ലോഡ് കൊടുക്കുന്നത്.
തലയിൽ ഒരു ബെൽറ്റ് ഇട്ടിട്ടാണ് സാളിഗ്രാമമൊക്കെ വെക്കാൻ ചെയ്യുന്നതാണ്. ഈ നമ്മുടെ ഇവിടെ കാളി നദിയിൽ നിന്ന് എടുക്കുന്ന സാളിഗ്രാമമാണ്. നമ്മളത് എടുക്കാൻ പോകുന്നൊരു വീഡിയോ അതിൻ്റെ പുറകെ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോ തീർച്ചയായിട്ടും കാണണം. രാവിലെ ആൾക്കാർ എക്സസൈസ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു മണ്ണ് വഴി ഇവിടെ ഇങ്ങനെ പബ്ലിക് വാഹനങ്ങളൊന്നും കടത്തി വിടത്തില്ല. അതുകൊണ്ട് ആ കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു വീട്, ഫുള്ളായിട്ട് നിർമ്മിച്ചേക്കുന്ന ഒരു വീടല്ല ഇത്. എനിക്ക് തോന്നുന്നൊരു ഹോട്ടലും താമസിക്കാനുള്ള ലോഡ്ജ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ. അത് ഡിസൈനൊക്കെ വെച്ച് തണുപ്പ് കാരണം വിറയ്ക്കുക. ബൈക്ക് റൈഡേഴ്സ് ഉണ്ട്, അങ്ങനെ അവർക്ക് ബൈക്ക് കയറ്റിക്കൊണ്ട് പോകാം കേട്ടോ. നിരവധി ഇടക്കാരുണ്ട്. പിന്നെ നമ്മളോട് ചോദിച്ചു മുച്ചി ഷാൾക്കോ കിട്ടണ ഷാൾ, തണുത്ത് വരയ്ക്കുന്ന ഒരു ഷാൾ മേടിക്കണം തോന്നുന്നു കേട്ടോ. മേടിച്ച് പുതച്ചു കേട്ടോ, ഇല്ലെങ്കിൽ പണി കണി കിട്ടും. ഒന്നാമതെ ജലദോഷം മാറിയിട്ടില്ല. ഇപ്പോൾ ഇത് നല്ല ചൂടുണ്ട്. 500 രൂപ, 500 രൂപ ഇന്ത്യൻ 500. ഇപ്പോൾ തണുപ്പിനൊരു ആശ്വാസമുണ്ട്. ഇനി അങ്ങോട്ട് നടക്കാം. മുളോടി ഇല്ലെന്ന് തോന്നുന്നു തണുപ്പ് കൂടുക. ആൾക്കാരുമായിട്ട് പോകുന്നു. ബാക്കിൽ നടക്കാൻ പറ്റാത്തവരിങ്ങനെ വണ്ടിയെ കയറി പോവും. നമ്മൾ നടന്ന് പോകും. നടക്കാൻ വയ്യാത്തവരെ എടുത്തുകൊണ്ട് കയറ്റിയാണ്. മൂലങ്ങ മലയുടെ മുകളിൽ കാണുന്നതാണ് മുക്തനാഥ ക്ഷേത്രം. മല മുഴുവൻ കയറണം. മുക്തിനാഥ് ക്ഷേത്രത്തിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ആർച്ചുണ്ട്. വെൽക്കം ടു ദ മുക്തിനാഥ് ടെമ്പിൾ. അതൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. സ്റ്റെപ്പാണ് ഇനിയെ, സ്റ്റെപ്പ് കയറി വേണം പോവാൻ. കുതിരയായിട്ട് പോകുന്ന ഒരു ആ വഴി കയറി പോകും കേട്ടോ. കുഞ്ഞു പിള്ളേരെ തന്നെ നടന്നു പോകണം. 9 മണിയായി രാവിലെ. പക്ഷെ ഭയങ്കര തണുപ്പാട്ടോ. ഷാള് മേടിച്ചില്ലായിരുന്നു പണി കിട്ടിയേനെ. മുക്തി തേടി മുക്തിനാഥിലേക്ക്. ഈ ഇത്രയും തണുപ്പുള്ളതുകൊണ്ടേ ബ്രീത്ത് കിട്ടുന്നില്ല. വളരെ പതുക്കെയാണ് കയറുന്നത്. അവരെ നമ്മൾ പറയുന്നുണ്ട് ഒറ്റയടിക്ക് കയറരുത്, ബ്രീത്ത് കിട്ടുകയില്ല. കൂലിമാർ ഒരുപാട് പേര് ഫിഷ് കഴിക്കാതിരിപ്പണ്ടേ. ഗുഹയ്ക്കകത്ത് താമസിക്കുന്നതാണ്. റെസ്റ്റോറൻ്റാന്ന് തോന്നുന്നത്. അടിപൊളി വൈബാ അല്ലേ. സമുദ്രനിരപ്പിൽ നിന്ന് 15,000 അടി പൊക്കത്തിലാണ്. അതാണ് ഈ ബ്രീത്ത് കുറവ് അനുഭവപ്പെടുന്നത്. കിതച്ചൊക്കെയും കയറാം. കയറി ഏകദേശം എത്താറായേ.
കുറച്ച് സ്റ്റെപ്പ് കൂടെ ഉള്ളു ഇനി. എത്തി ക്ഷേത്രത്തിൻ്റെ ആർച്ച്. കയറ്റം കയറുന്നതിൻ്റെ അല്ലേ ഒരു തീരെയില്ല. ജ്വാലാമുഖി ദ്വാര 108 ദ്വാരയുണ്ട് കേട്ടോ. ഇത് 108 ദ്വാര. ഇവിടുന്നും ഉണ്ടേ. ഏകദേശം അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയെന്ന് പറയാം കേട്ടോ. വഴിനീളിങ്ങനെ മണി കെട്ടിയിട്ടുണ്ടേ. മണിയടിച്ച് ഒക്കെ കയറുക. ഇതൊരു പുളി വൈബാ കേട്ടോ. തൂവൊക്കെയാണ് അതെ. അതിൽ നീളമുണ്ട് മണി കേട്ടോ. എല്ലാവരും മണി മുഴക്കി പോവാണ്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തെത്തിയേ. ധാരാളം വിശ്വാസികളെയും നേപ്പാളികളെയും ടിബറ്റൻസൊക്കെ ഇവിടെ നിൽക്കുന്നതാണ്. ഇതാണ് ഇവിടുത്തെ ഒരു തീർത്ഥക്കുളമാണ്. 2 സ്ക്വയർ ഷേപ്പിലുള്ള തീർത്ഥക്കുളങ്ങൾ കാണാം. പിന്നെ അതുകൂടാതെ ഇവിടെ 108 തീർത്ഥം. ഈ 108 തീർത്ഥത്തിൽ കുളിച്ച് അവസാനം ഈ ചക്രതീർത്ഥക്കുളത്തിലൂടെ കുളിച്ച് കഴിയുമ്പോഴാണ് യഥാർത്ഥ മുക്തി കിട്ടുമെന്ന് പറയുന്നത്. അന്നപൂർണ്ണ കൊടുമുടികളുടെയൊക്കെ താഴെ ദാമോദർ കുണ്ടം എന്ന വിശുദ്ധ തടാകത്തിന് സമീപത്തു നിന്നാണ് നമ്മുടെ ഈ ഗണ്ഡകി നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഈ ഗംഗാജലം പോലെ തന്നെ പവിത്രമായ ഈ നദി 108 തീർത്ഥമായി പതിക്കുന്നതാണ് വിശ്വാസം. അങ്ങനെ ഇങ്ങനെ 108 തീർത്ഥമായിട്ട് ഇങ്ങനെ ഈ അമ്പലമുറ്റത്ത് ഇങ്ങനെ വീഴുകയാണ്. അപ്പോൾ ഇങ്ങനെ വിശ്വാസികൾ വന്നിട്ട് ഈ 108 തീർത്ഥത്തിൽ കുളിച്ച് അല്ലെങ്കിൽ കുടിക്കായത് പലരും കുപ്പിയിൽ ശേഖരിക്കുന്നതാണ്. നമുക്ക് തൊട്ട് നോക്കും ഭയങ്കര ഐസ് പോലെ വെള്ളമാണ്. ഒരു രക്ഷയില്ല. നമ്മുടെ ദേഹത്തോട്ട് വീഴും. നമുക്ക് ഈ തണുപ്പും എല്ലാം കൂടെ നമുക്ക് സഹിക്കുകയില്ല. നമുക്കൊന്ന് തളിച്ച് പോയാൽ മതി. കാരണം കുളിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ പനിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ പറ്റത്തില്ല. തൊടുമ്പം തന്നെ ഐസിൻ്റെ തണുപ്പാണ്. അപ്പം ഇവരൊരു എന്ന് പറഞ്ഞാൽ ഗംഗ പോലൊക്കെ തന്നെ ഒരു വിശുദ്ധിയുള്ള ഒരു നദിയാണിത്. ഇത് ശാപമോക്ഷത്തിന് വേണ്ടിയാണ് ഈ ആൾക്കാർ ഇവിടെ വന്ന് ഈ നദി കുളിച്ചിട്ട് നമ്മളിവിടെ സ്നാനം ചെയ്ത് ദർശനം നടത്തി പോകുന്നത്. ഇപ്പോൾ കാണാൻ കണ്ട പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഓടിപ്പോവും. അവർക്ക് നിൽക്കാൻ പറ്റുകയില്ല. ആദ്യം ഇറങ്ങുമ്പോൾ ഒരു ആവേശമുണ്ട്, പിന്നെ നിൽക്കാൻ പറ്റുകയില്ല. അതുപോലത്തെ തണുപ്പാണ്. ഇവിടെ പൂജകൾ നടത്തുന്നത് വനിതകളാണ്. വനിതകളെന്ന് പറഞ്ഞാൽ വനിതാ ലാമ, ബുദ്ധമതത്തിൽപ്പെട്ട വനിതാ ലാമമാരാണ്. മഹാവിഷ്ണുവിൻ്റെ സാളഗ്രാമ വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് തന്നെ ഒത്തിരി പുരാതനമായ ക്ഷേത്രങ്ങളിൽ സാളഗ്രാമം കൊണ്ടാണ് വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ അനന്തപുരിയിലെ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം, അങ്ങനെ ഒരുപാട് വിഗ്രഹങ്ങളെല്ലാം ഈ സാളഗ്രാമം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സാളഗ്രാമം എന്താണ് നിങ്ങളെ പിന്നീട് ഞാൻ കാണിക്കാം. അടുത്ത എപ്പിസോഡിൽ വരുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ നേരെ കുളി കഴിഞ്ഞ് നേരെ ഓടുകയാണ് അടുത്ത ചക്രവ്യൂഹക്കുളം എന്ന് പറയുന്നത്. ഇതിലും കൂടെ മുങ്ങി ഈ 2 കുളത്തിലും മുങ്ങി നിവർന്ന് ആ ഈറനുമായിട്ടാണ് ക്ഷേത്ര ദർശനത്തിന് നിൽക്കുന്നത്. ക്ഷേത്രത്തിനകത്തോട്ട് ക്യാമറയും കാര്യങ്ങളൊന്നും പറ്റിയല്ല, നല്ല ക്യൂ ഉണ്ട്. അപ്പം നമ്മളൊന്ന് കയറി തൊഴുതിട്ട് വന്നിട്ട് നമുക്കിനി കാണാം. അപ്പോൾ നമ്മൾ ദർശനമെല്ലാം കഴിഞ്ഞ് ഇറങ്ങി. ഇനി ഇവിടെ ഈ മല മുകളിൽ ഒരു ഗാർഡനും ഒരു ശ്രീബുദ്ധൻ
തപസ്സിലിരിക്കുന്ന ധ്യാനത്തിലിരിക്കുന്ന ഒരു മണ്ഡപമുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇത്രയും ഈ കൊടുമുടിയുടെ മുകളിൽ ഇതുപോലെ ഒരു ഗാർഡൻ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് ഭയങ്കര രസമാണ്. ഭയങ്കര ഒരു ശാന്തത എന്ന് പറഞ്ഞാൽ ഭയങ്കര സമാധാനം, പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം. സത്യം പറഞ്ഞാൽ ഇവിടെ കുറേ നേരം ഇരിക്കാനൊക്കെ മനസ്സിനൊക്കെ വളരെ ഒരു സമാധാനം കിട്ടും കേട്ടോ. കണ്ടില്ലേ ഈ കൊടുമുടിയുടെ മുകളിൽ നേരെ മസ്താങ് നഗരത്തിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ ബുദ്ധൻ ഇങ്ങനെ ഏറ്റവും ടോപ്പിലിരിക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ട അന്നപൂർണ്ണയും അങ്ങനെ കൊടുമുടികൾ ഇങ്ങനെ കാണാം, ഐസ് മൂടി കിടക്കുന്ന കൊടുമുടികൾ. അപ്പം നമ്മൾ പതുക്കെ ഇനി നമ്മൾ മുക്തിനാഥ ക്ഷേത്രത്തിനോട് വിട പറഞ്ഞത് അതൊക്കെ താവട്ടിറങ്ങുവാണ്. നമ്മളെ വെയിറ്റ് ചെയ്ത് താഴെ റിജുമോച്ചായന് കയറി വന്നിട്ടില്ല, കാലിന് ചെറിയ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് റിജുമോച്ചാൻ കയറി വന്നില്ല, നമ്മൾ ഇറങ്ങിപ്പോവാണ്. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് പോകുന്നത് പൊക്കറയിലേക്കാണ്. പൊക്കറയിലേക്ക് ഈ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഒരു സസ്പെൻസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അത് അടുത്ത വീഡിയോയിലുണ്ടാവും. അപ്പം അത് എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇവിടെ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നേരെ ഇവിടുന്ന് നേരെ വണ്ടിയെ കയറി നമ്മൾ വീണ്ടും യാത്രയാകുന്നു. ആ യാത്രയിലുണ്ടാകുന്ന മനോഹരമായ കാഴ്ചകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പം മുക്തിനാഥ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വണ്ടിയെ വന്നു. നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. 4 കിലോമീറ്റർ അടിപൊളി യാത്രയായിരുന്നു. ശ്വാസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഈ തണുപ്പും കൂടെ ആയതുകൊണ്ട് ശ്വാസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ഈ സാധനമാണ് നമ്മളെ പിടിച്ചു നിർത്തിയത്. തണുപ്പ് ഭയങ്കര തണുപ്പാണ്. ഇതുപോലെ നല്ല നല്ല യാത്രകൾ, അമ്പലങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വീണ്ടും വരുന്നതാണ്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.